നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. നമ്മൾ കണ്ടായിരുന്നു ഒരു കണ്ടക്ടറുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. ആ കണ്ടക്ടറിന് രണ്ടിലും ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് നോൺ ആസ് ദ ഓംസ് ലോ എന്ന് കണ്ടു. അവിടെ നമ്മളൊരു കോൺസ്റ്റന്റ് ഫാക്ടർ കണ്ടു, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫാക്ടർ കണ്ടു. ഏതാണ്? റെസിസ്റ്റൻസ്. ഇല്ലേ? റെസിസ്റ്റൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ആർ വെച്ചിട്ടാണ്. അപ്പം റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എന്താണ് പ്രോപ്പർട്ടി ഓഫ് ദി കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടി ആണ് ടു ഒപ്പോസ് ദ കറന്റ് ഫ്ലോ. അല്ലെ? ആ കണ്ടക്ടറിൽ കൂടെ ഉള്ള കറന്റ് ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്ന ആ കണ്ടക്ടറിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെ? അപ്പോ ആ റെസിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ കണ്ടായിരുന്നു റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഒക്കെ നമ്മൾ നോർമൽ രീതിയിൽ കണ്ടായിരുന്നു. ഒരു എന്താണ് ഒരു ഇതാന്ന് വിചാരിച്ചു, ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിന്റെ ലെങ്ത് L ആണ്. ലെങ്ത് L ആണ്. അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ നമ്മൾ ക്യാപിറ്റൽ A ആയിട്ടും കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്ററുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ദെൻ അവിടെ അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ഒപ്പോസ് ഉണ്ടാകുന്നുണ്ട്. ആ കറണ്ട് ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഫാക്ടർ ഈസ് നോൺ ആസ് ദ റെസിസ്റ്റൻസ് പറഞ്ഞു. That resistance of a conductor is directly proportional to the length of the conductor. ആ കണ്ടക്ടറിന്റെ ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ഓൾസോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. ക്ലിയർ ആയല്ലോ? അപ്പം റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. മനസ്സിലായല്ലോ? അപ്പോ നമുക്ക് എഴുതാൻ സാധിക്കും R ഈസ് ഈക്വൽ ടു, ഒരു കോൺസ്റ്റന്റ് വേണമല്ലോ, പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ മാറ്റുവാണ്. ഒരു കോൺസ്റ്റന്റ് ഉപയോഗിച്ചു റോ എന്ന് എഴുതാം. ദാറ്റ് ഈസ് റോ ഇൻറ്റു L/A. ഈ കോൺസ്റ്റന്റ് മനസ്സിലായല്ലോ? ഇത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റ് നമ്മൾ പറയുന്ന പേരാണ്, ഇത് റോ എന്നാണ് വായിക്കുന്നത് കേട്ടോ, റെസിസ്റ്റിവിറ്റി എന്ന് പറയും കേട്ടോ. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയും കേട്ടോ. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയും. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്, ദാറ്റ് കോൺസ്റ്റന്റ്. ക്ലിയർ ആയല്ലോ? അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോയുടെ ഇക്വേഷൻ ചെയ്താലോ? റോ ഈസ് ഈക്വൽ ടു, റോയിനെ അവിടെ നിർത്തുക, RA ഡിവൈഡഡ് ബൈ L. മനസ്സിലായല്ലോ? അപ്പം റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദ എന്താണ് ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, കുറയും. Therefore rho is equal to RA divided by L എന്ന് എഴുതാം. That constant rho is known as the resistivity അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഇനി ഈ കണ്ടക്ടറിന് സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യണം യൂണിറ്റ് ലെങ്ത് 1 മീറ്റർ ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിച്ചു ഒരു കണ്ടക്ടറിന്റെ കേസിൽ. അങ്ങനെയാണ് ഇക്വേഷൻ എങ്ങനെ സാധിക്കും? റോ ഈസ് ഈക്വൽ ടു R എന്ന് വരുമല്ലോ, ശരിയല്ലേ? റോ ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഈക്വൽ ടു, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ്. അല്ലെ? കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനോട് ഈക്വൽ ആയി എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ആ കണ്ടക്ടറിന്റെ എന്നാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞത്. എപ്പോൾ ആ കണ്ടക്ടറിന് യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ബിക്കംസ് ഈക്വൽ ടു ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ക്ലിയർ ആയല്ലോ? ഇനി യൂണിറ്റ് നമുക്ക് നോക്കാം. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ് നമ്മൾ പറഞ്ഞായിരുന്നു? ഓം. അല്ലെ? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണെന്ന് പറഞ്ഞു. അതിന്റെ സിമ്പൽ എങ്ങനെയാന്ന് പറഞ്ഞു. ഇനി റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് നമുക്ക് എങ്ങനെയാ സാധിക്കും? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. ഏരിയ നമ്മൾ മീറ്റർ സ്ക്വയർ എടുക്കാം. ദെൻ ലെങ്ത് മീറ്ററിൽ എടുക്കാം. അപ്പൊ എന്ത് വരും? ദാറ്റ് ഈസ് ഓം മീറ്റർ. ഇതാണ് എന്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. ക്ലിയർ അല്ലോ? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആണ് ഓം മീറ്റർ. മനസ്സിലായല്ലോ? അപ്പം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എന്തൊക്കെയാണ്? ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ലെങ്ത് ഇൻക്രീസസ്, ഏരിയ റെസിസ്റ്റൻസ് ഇൻക്രീസസ്. ഇങ്ങനെയാണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് കുറയും. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. Therefore we get a constant. That constant is known as the resistivity അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ. Then rho is equal to RA divided by L. Unit is ohm meter. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? നമുക്ക് വേറൊരു ടേമും കൂടെ നമുക്ക് എടുക്കാം. കണ്ടക്ടിവിറ്റി എന്ന് പറയും. കണ്ടക്ടിവിറ്റി എന്നൊരു ടേം ഉണ്ട്. എന്താണ് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? റെസിസ്റ്റിവിറ്റി ഉണ്ടല്ലോ, റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലിനെ നമ്മൾ പറയുന്നതാണ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയെ നമ്മൾ റോ വെച്ച് റെപ്രസെന്റ് ചെയ്യും. Therefore റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് നോൺ ആസ് ദ കണ്ടക്ടിവിറ്റി. മനസ്സിലായല്ലോ? ഇനി അതിന്റെ യൂണിറ്റ് എന്ത് നമുക്ക് എഴുതാൻ സാധിക്കും?
റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് നമുക്കറിയാം ഓം മീറ്റർ ആണ്. അതായത് നമുക്ക് 1/Ohm മീറ്റർ എന്ന് എഴുതാം അല്ലെ, യൂണിറ്റ് എഴുതുവാണെന്നുണ്ടെങ്കിൽ. ദെൻ ഇത് മേലോട്ട് പോകുമ്പോൾ Ohm raised to -1 മീറ്റർ raised to -1 എന്ന് എഴുതാം കേട്ടോ. അതാണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഓം എന്നാണ് നമ്മൾ ഈ റെസിസ്റ്റിവിറ്റിയുടെ അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം അല്ല. അപ്പം ഓം മീറ്റർ നമ്മൾ എഴുതിയായിരുന്നു. ഓം മീറ്റർ എന്ന് എഴുതി. ഇതിനെ നമ്മൾ പറയുന്നതാണ് Ohm raised to -1 എന്ന് നമ്മൾ മോ എന്നാണ് പറഞ്ഞത് കേട്ടോ. MHO എന്ന് പറയും. Meter raised to -1. That is the reciprocal of resistivity is known as the conductivity.